ചില പെണ്ണുങ്ങൾ ഈ 2 വർഷം കൂടുമ്പോഴും പ്രസവിക്കും. എല്ലാ 2 വർഷം കൂടുമ്പോഴും പ്രസവിക്കും. ചിലപ്പോൾ 1 വർഷം കൂടുമ്പോൾ തന്നെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെയുള്ള പെണ്ണുങ്ങളെയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്. തസവ്വജു അൽ വദൂദ് അൽ വലൂദ്, അമിതമായി പ്രസവിക്കുകയും ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളെയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്. അത് നല്ല ഗുണമാണ് പെണ്ണിന്റെ, ഒരുപാട് പ്രസവിക്കുക എന്നുള്ളത്. കാരണം ഇത്രയും മക്കളുണ്ടെങ്കിൽ ഇതിനൊക്കെ ആഖിറത്തിൽ ഒരു ഓഹരി കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചില പെണ്ണുങ്ങൾ ഉണ്ടാവും. ഈ റമദാൻ ചിലപ്പോൾ ഗർഭിണിയായിരിക്കും, നോമ്പെടുക്കാൻ പറ്റിയിട്ടുണ്ടാവൂല. നമ്മളെന്താ പറഞ്ഞേ? ഖളാ വീട്ടിയാൽ മതി. അതേപോലെ തന്നെ ഈ റമദാൻ കഴിഞ്ഞ് പ്രസവിച്ചു, അടുത്ത റമദാൻ ചിലപ്പോൾ പാല് കൊടുക്കുമായിരിക്കും കുട്ടിക്ക്. ആ സമയത്ത് ചിലപ്പോൾ നോമ്പെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എല്ലാ വർഷവും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അപ്പം എപ്പോൾ ഖളാ വീട്ടുക? ഖളാ വീട്ടാൻ കഴിയോ? ഇല്ല. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞത്, അങ്ങനെയുള്ള സ്ത്രീകൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മരീലുൻ ലാ യുർജാ ബുർഉഹു, അവര് രോഗിയുടെ ഗണത്തിലാണ് പെടുത്തുക. എങ്ങനെയുള്ള രോഗികൾ? ആ രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഖളാ വീട്ടേണ്ട ആവശ്യമില്ല, കഫാറത്ത് കൊടുത്താൽ മതി, ഫിദ്യ കൊടുത്താൽ മതി. ഒരു കൂട്ടർ